ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചിങ് നോട്ട്സ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ നോക്കി, അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ടൈപ്സും നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് എത്രമാത്രം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അതായത് ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ച് ബിക്കോസ് ഓഫ് ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് എത്രത്തോളം നമ്മുടെ ഡിമാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഗുഡ്സിൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാം. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഗുഡ്സാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഗുഡ്സ്. എക്സാമ്പിളായിട്ട് പറയുന്ന ഓർഗാനിക് ഫുഡ്, ക്ലോത്തിങ് എന്നൊക്കെ പറയുന്ന അതിന് എക്സാമ്പിളാണ്. സോ ഇങ്ങനെയുള്ള ഗുഡ്സിൻ്റെ കേസിൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴും എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക നമ്മുടെ ഡിമാൻഡിനെ? ഉറപ്പായിട്ടും നോർമൽ ഗുഡ്സിന് പോസിറ്റീവായിട്ടായിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 0യേക്കാൾ കൂടുതൽ ചേഞ്ച്, അതായത് വാല്യൂ എപ്പോഴും എബവ് 0 ആയിരിക്കും. അതായത് പോസിറ്റീവിലെ ആയിരിക്കും നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇത് അഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ നോർമൽ ഗുഡ്സിന് പോസിറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുക. ഇനി ലക്ഷറി ഗുഡ്സിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിലുണ്ടാവുന്ന മാറ്റം ഉറപ്പായിട്ടും അതിനേക്കാൾ കൂടുതൽ ചേഞ്ച് നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകത്തിലൊരു ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു പക്ഷേ നമുക്ക് ഒരു ബ്രാൻഡഡ് വാച്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? ഒരു ബ്രാൻഡഡ് വാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ ചേഞ്ച് ഉറപ്പായിട്ടും ഡിമാൻഡിലുണ്ടാവാം. അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. ഇനി നെസസറി ഗുഡ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ട ഗുഡ്സാണ് നെസസറി ഗുഡ്സ് എന്ന് പറയുന്നത്. സോ നെസസറി ഗുഡ്സിൻ്റെ കേസിൽ അതെപ്പോഴും 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും അതിൻ്റെ വാല്യൂ. ഒരിക്കലും നെഗറ്റീവും ആവില്ല, അതുപോലെ തന്നെ 1ൽ കൂടുതലും ആവില്ല. ഇനി ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കും? 0യേക്കാൾ ചെറിയ ചേഞ്ച് ആയിരിക്കും. അതായത് നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ ചിലപ്പം വേണ്ടെന്ന് വെക്കും. അതിൻ്റെ യൂസേജ് നമ്മൾ ചിലപ്പം കുറയ്ക്കും. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം എത്രയാണോ അതിനേക്കാൾ കുറഞ്ഞ ചേഞ്ച് ഡിമാൻഡിലുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇൻഫീരിയർ ഗുഡ്സ് നെഗറ്റിവിറ്റി ആകണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് എത്രമാത്രം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നും ഹെൽപ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ.